അർജന്റീന കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം ഇവിടെ ഹജ്ജ് പറയുമ്പോഴല്ല അർജന്റീന സെന്ററിലേക്ക് മാറ്റാനുള്ള 7500ഓളം ആളുകൾ സെക്കൻഡ് എംബാർക്കേഷൻ പോയിന്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യം വന്നാൽ അത്തരം നടപടി എല്ലാം എടുക്കും. ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഹജ്ജ് തീർത്ഥാടനം നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്, കേരളവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായി ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനി ഇത്തരത്തിൽ കൊള്ളയടിക്കാൻ തയ്യാറായാൽ ശരിയല്ല. അത് പറയുമ്പോൾ ബഡ്ജറ്റ് എയർ കൂടിയാണ്, അതുകൂടി ജനങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ബഡ്ജറ്റ് എയറാണ്, അതിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതിലെന്താ ഒരു വെള്ളം മാത്രമേ അവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ ഇതൊരു കൊള്ളയാണ് എന്നുള്ളതാണ് ഇതിലെൻ്റെ അഭിപ്രായം. എന്തായാലും മാറ്റം ഇല്ലെങ്കിൽ 1,65,000 തന്നെയാണ് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഏതായാലും അവർ തിരുത്തട്ടെ ആദ്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ കഴിയും. അവർ തിരുത്തട്ടെ, തിരുത്തിയിട്ടില്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. മറ്റൊരു കാര്യം, ഈ അർജന്റീന കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം ഇവിടെ ഹജ്ജ് പറയുമ്പോഴല്ല അർജന്റീന